പാക് അഫ്ഗാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ പാകിസ്ഥാനെ ആക്രമിക്കാൻ താലിബാൻ ചാവേർ പടയെ സജ്ജമാക്കിയതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് താലിബാൻ തങ്ങളുടെ ചാവേർ പടയെ ആക്രമണത്തിനായി സജ്ജമാക്കിയത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു ഏജൻസിയാണ് താലിബാന്റെ ചാവേർ പടയുടെ ചിത്രം പുറത്തുവിട്ടത്. ചാവേർ പോരാളികളായ സംഘം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പ്രത്യേക യൂണിഫോം ധരിച്ച് കാർ ബോംബും സഹിതം സജ്ജമാക്കിയിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെ അഫ്ഗാൻ പാക് വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ അഫ്ഗാനുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങളുണ്ടായെന്നും റിപ്പോർട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെയെല്ലാം ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതെന്നാണ് വിവരം. കൂടാതെ അതിർത്തിയിൽ താലിബാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. അതിനിടെ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ താലിബാൻ സൈനിക പോസ്റ്റിൽ നിന്ന് സമാധാനത്തിനായി വെള്ളക്കൊടി വീശിയതായും പാക് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി. പിന്നീട് അഫ്ഗാനിലെ കാബൂൾ, കാണ്ഡഹാർ, പക്തിയ തുടങ്ങിയ മേഖലകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാബൂളിലെ വിവിധയിടങ്ങളിൽ തീയും പുകയും നിറഞ്ഞ നിലയിലുള്ള ദൃശ്യങ്ങളും പുറത്തുവന്നു. അഫ്ഗാനിസ്ഥാനെതിരായ പാകിസ്ഥാന്റെ ആക്രമണം തുടരുകയായിരുന്നുവെന്നായിരുന്നു പാക് സർക്കാർ വക്താവായ മുഷറഫ് സൈദിയുടെ പ്രതികരണം. യാതൊരു പ്രകോപനവുമില്ലാതെ അഫ്ഗാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്നും സൈദി കൂട്ടിച്ചേർത്തു. പക്തിയ പ്രവിശ്യയിലെ താലിബാന്റെ ആസ്ഥാന മന്ദിരത്തിന് നേരെയും ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടു. ഇതിനിടെ പാക് അഫ്ഗാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് സഹായം വാഗ്ദാനം ചെയ്ത് ഇറാനും രംഗത്തെത്തിയിരുന്നു. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാനുള്ള ചർച്ചകൾ സുഗമമാക്കാൻ എന്തു സഹായവും ചെയ്യാമെന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. അമേരിക്ക ഏതു നിമിഷവും ഇറാനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് സഹായ വാഗ്ദാനമെന്നതും ശ്രദ്ധേയം. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തി പാകിസ്ഥാനി താലിബാനെ സംരക്ഷിക്കുന്നത് താലിബാൻ ഭരണകൂടമാണെന്നാണ് ആരോപണം. ഇതേ ചൊല്ലി കഴിഞ്ഞ ഒക്ടോബർ മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ നിരന്തരം സംഘർഷമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് പാക് സേന അഫ്ഗാനിസ്ഥാന് നേരെ വീണ്ടും ആക്രമണത്തിന് തുടക്കമിട്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ അഫ്ഗാനിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ പാകിസ്ഥാൻ ബോംബാക്രമണം നടത്തി. ഇരു രാജ്യങ്ങളും ഇപ്പോൾ തുറന്ന യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റുമുട്ടലിൽ 133 പേർ കൊല്ലപ്പെട്ടതായും 2 പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. അതിർത്തിയിൽ 55 പാക് സൈനികരെ വധിച്ചതായി അഫ്ഗാനിസ്ഥാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പാക് വ്യോമാക്രമണത്തിന് പിന്നാലെ അതിർത്തി മേഖലകളിൽ താലിബാൻ തിരിച്ചടി നൽകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ടോർഖാം അതിർത്തിയിൽ പുതിയ ഏറ്റുമുട്ടൽ നടന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. പ്രധാന അതിർത്തി കവാടമായ ടോർഖാമിൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ കനത്ത വെടിവെപ്പും ഷെല്ലാക്രമണവും തുടരുകയാണ്. അതിർത്തിയിലേക്ക് കൂടുതൽ അഫ്ഗാൻ സൈനികർ നീങ്ങുന്നതായും വിവരങ്ങളുണ്ട്. അതിർത്തിക്കടുത്തുള്ള ഒമാരി അഭയാർത്ഥി ക്യാമ്പിന് നേരെ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും സൂചിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായി തനിക്ക് മികച്ച ബന്ധമാണുള്ളതെന്നും അവിടുത്തെ ഭരണ നേതൃത്വത്തെ താൻ ഏറെ ബഹുമാനിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. പാക് പ്രധാനമന്ത്രിയും ആർമി ചീഫും മികച്ച രീതിയിലാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2600 കിലോമീറ്റർ നീളുന്ന അതിർത്തിയിൽ യുദ്ധം പടരുന്നത് മേഖലയിലെ സമാധാനത്തെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.